يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. ആയത്ത് 47-48. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم. അല്ലയോ ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങളുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ നിങ്ങൾ അനുസ്മരിക്കുക. وأني فضلتكم على العالمين. മാലോകരേക്കാൾ നിങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയതും അനുസ്മരിക്കുക. വത്തഖൂ യൗമ, ഒരു ദിവസത്തെ ഭയക്കുക. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈആ, അന്ന് ഒരാൾക്കും ഒരാളുടെ വിഷയത്തിലും യാതൊരു ഗുണവും ചെയ്യാൻ സാധിക്കുന്നതല്ല. വലാ യുഖ്ബലു മിൻഹാ ശഫാഅ, ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുന്നതല്ല. വലാ യുഖദു മിൻഹാ അദ്ൽ, ഒരു പകരവും വാങ്ങിക്കപ്പെടുന്നതല്ല. വലാ ഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുന്നതുമല്ല. ഈ ആയത്തുകളിലൂടെ ഇസ്രായേൽ സന്തതികളുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വിഷയം ആരംഭിക്കുകയാണ്. സുപ്രധാനമായ ചില ഉപദേശങ്ങൾ നടത്തിയതിനു ശേഷം പടച്ചവൻ അവരോട് ചെയ്ത അനുഗ്രഹങ്ങൾ വിവരിക്കുന്നു. ഈ അനുഗ്രഹങ്ങൾ അവർക്കുള്ള അനുഗ്രഹങ്ങളായതുപോലെ മുസ്ലിം സമുദായത്തിനും ബാധകമായ അനുഗ്രഹങ്ങളാണ്. ആദ്യമായി അല്ലാഹു ഉണർത്തുന്നു, യാ ബനീ ഇസ്രായീൽ അദ്കുറൂ നിഅമതിയ അല്ലതീ അൻഅംതു അലൈക്കും, നിങ്ങളുടെ മേൽ ധാരാളം അനുഗ്രഹങ്ങൾ ഞാൻ ചൊരിഞ്ഞു, അതിനെ നിങ്ങൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുക. ആ അനുഗ്രഹങ്ങൾ പ്രധാനമായും രണ്ട് ഭാഗമാണ്. ഒന്ന് ഭൗതികമായ അനുഗ്രഹങ്ങൾ, രണ്ട് മതപരമായ അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങൾ 49-ാമത്തെ ആയത്ത് മുതൽ വിശദമായി പടച്ചവൻ ഉണർത്തുന്നുണ്ട്. ഇവിടെ ഉണർത്തുന്ന പ്രധാനപ്പെട്ട അനുഗ്രഹം وأني فضلتكم على العالمين, മുഴുവൻ മാലോകരേക്കാളും ഞാൻ നിങ്ങൾക്ക്
ശ്രേഷ്ഠത നൽകിയത് നിങ്ങൾ അനുസ്മരിക്കുക. എന്താണ് ആ ശ്രേഷ്ഠത? സത്യവിശ്വാസത്തിന്റെ അതിമഹത്തായ അനുഗ്രഹം, തൗഹീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചതമ്പുരാൻ ഏകനാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല. സമുന്നത ഗുണങ്ങൾ ഉള്ളവനാണ് എന്ന മഹത്തായ വിശ്വാസം, ഇത് പടച്ചവൻ കനിഞ്ഞരളിയ വളരെ പ്രധാനപ്പെട്ട വിഭാഗമാണ് ഇസ്രായേൽ സന്തതികൾ. ലോകം മുഴുവനും അന്ധവിശ്വാസത്തിന്റെ കൂരിരുട്ടിൽ കഴിഞ്ഞ സന്ദർഭത്തിൽ പടച്ചവൻ തൗഹീദിന്റെ വെള്ളിവെളിച്ചം കനിഞ്ഞരളിയ ഒരു വിഭാഗമായിരുന്നു അവർ. ഈ കാര്യം അവരുടെ ഗ്രന്ഥങ്ങളിലും വിജ്ഞാനകോശങ്ങളിലും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പടച്ചവൻ അവരോട് ചെയ്ത അനുഗ്രഹമാണ് മഹാന്മാരായ പ്രവാചകന്മാരുമായിട്ടുള്ള നേരെ ബന്ധം. കുടുംബപരമായിട്ടും വിശ്വാസപരമായിട്ടും കർമ്മപരമായിട്ടുമുള്ള ബന്ധം പടച്ചവൻ കനിഞ്ഞരളി. ഇതും പടച്ചവന്റെ അപാരമായ അനുഗ്രഹമാണ്. മുഴുവൻ മനുഷ്യരിലും പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടവർക്ക് വലിയ സ്ഥാനം ലഭിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സ്ഥാനത്തോടൊപ്പം വലിയ ഉത്തരവാദിത്വവും ലഭിക്കുകയാണ്. ഈ രണ്ട് അനുഗ്രഹങ്ങളുടെയും പ്രത്യേകതയും അതുതന്നെയാണ്. തൗഹീദിന്റെ അനുഗ്രഹം, റിസാലത്തിന്റെ അനുഗ്രഹം, പടച്ചവനിൽ വിശ്വസിക്കാനുള്ള അനുഗ്രഹം, പ്രവാചകനിൽ വിശ്വസിക്കാനുള്ള അനുഗ്രഹം, ഇത് അതിമഹത്തായ ഒരു അനുഗ്രഹമായതിനോടുകൂടി ഇതിനോട് രണ്ട് കടമകളുണ്ട്. ഈ അനുഗ്രഹം നിലനിർത്താനും ഈ അനുഗ്രഹത്തിന്റെ മഹത്വത്തിന്റെ മാധുര്യം മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. وَأَنِّي فَضَّلْتُكُمْ عَلَى الْعَالَمِينَ. ഇതേ അനുഗ്രഹമാണ് പിൽക്കാലത്ത് അന്തിമഘട്ടത്തിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടവർക്കും അല്ലാഹു നൽകിയിരിക്കുന്നത്. കറകളഞ്ഞ തൗഹീദിന്റെ മഹത്തായ മൂല്യം, മഹാനായ പ്രവാചകരുമായിട്ടുള്ള ബന്ധം, ഇത് ശരിയായ നിലയിൽ അല്ലാഹു കനിഞ്ഞരളിയത് മുസ്ലിം സമുദായത്തിനാണ്. പക്ഷേ പ്രിയപ്പെട്ട സമുദായമേ, നാം ചിന്തിക്കും, ഈ മഹത്വത്തെ നാം എത്രമാത്രം മഹത്വമായി കാണുന്നുണ്ട്, പടച്ചവന്റെ അനുഗ്രഹമായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. തൗഹീദ് ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ സ്വത്താണ്. പലപ്പോഴും അതിൽ നിന്നും തിരിഞ്ഞ് അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും മാത്രമല്ല കെട്ടുകഥകളിലേക്കും വ്യാജ പ്രചാരണങ്ങളിലേക്കും നമ്മൾ മാറുന്നില്ലേ? ശാന്തമായി ചിന്തിക്കുക. وَأَنِّي فَضَّلْتُكُمْ عَلَى الْعَالَمِينَ. ഈ സമുദായത്തിലൊരു കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. തൗഹീദിലും റിസാലത്തിലും ഉറച്ചു നിന്ന കാരണത്താൽ ഇവിടെ ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട സഹോദരങ്ങൾക്ക് പോലും പറയാൻ അവർ നിർബന്ധിതരായി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന്. എന്നാൽ നമ്മളുടെ കൂടി വീഴ്ചയല്ലേ ഈ മഹത്തായ അനുഗ്രഹത്തെ അനുഗ്രഹമായി കാണുകയും അതിനെ
സ്നേഹത്തോടെയും ആദരവോടെയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം നമ്മൾ മറ്റു പലതും കാണിക്കുന്നതിന്റെ ഫലം കൂടിയല്ലേ ഇന്ന് വ്യാജ ദൈവങ്ങൾ പോലും പെരുകിക്കൊണ്ടിരിക്കുന്നു. ആൾ ദൈവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വഅന്നീ ഫദ്ദൽതുകും അലൽ ആലമീൻ. ശേഷം പടച്ചവൻ പറയുന്നു, ഒരു മഹാദിവസത്തെ എല്ലാവരും ഭയപ്പെടുന്നു. വത്തഖൂ യൗമ, ഒരു ദിവസത്തെ ഭയപ്പെടണം. അതിനാണ് ഖിയാമത്ത് ദിനം എന്ന് പറയപ്പെടുന്നത്, പരലോകത്തിന്റെ തുടക്കമെന്ന് പറയപ്പെടുന്നത്. ആ ദിവസത്തിന് 4 പ്രത്യേകതകളുണ്ട്. ഈ അതിമഹത്തായ ഉപദേശം സ്വീകരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈആ, അന്ന് ആരും ആർക്കും ഒരു ഗുണവും ചെയ്യുന്നതല്ല. എനിക്കിവരുമായി ബന്ധമുണ്ട്, അവരുമായി ബന്ധമുണ്ട്, ഞാൻ അവരുടെ കുടുംബത്തിൽപ്പെട്ടയാളാണ്, പരമ്പരയിൽപ്പെട്ടയാളാണ് എന്ന് പറയുന്നതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുന്നതല്ല. വലാ യുഖ്ബലു മിൻഹാ ശഫാഅ, അവരുടെ വിഷയത്തിൽ ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുന്നതല്ല. ഖുർആനിന്റെ മറ്റ് ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, ആരും അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതുമല്ല. വലാ യുഖദു മിൻഹാ അദൽ, ഒരു പകരവും അവരിൽ നിന്നും സ്വീകരിക്കപ്പെടുന്നതല്ല. പകരം പോലും ഉണ്ടാകുന്നതല്ല, ഉണ്ടായെങ്കിൽ തന്നെ പകരം സ്വീകരിക്കപ്പെടുന്നതല്ല. ഈ ലോകം മുഴുവനും നൽകാമെന്ന് പറയും, പക്ഷെ സ്വീകരിക്കപ്പെടുന്നതല്ല. വലാ ഹും യുൻസറൂൻ, അവർ ഒരു വിധത്തിലും സഹായിക്കപ്പെടുന്നതല്ല. അവരുടെ ശിക്ഷയ്ക്ക് ലഘൂകരണം ഉണ്ടാകുന്നതല്ല. അവർക്ക് അതിഭയങ്കരമായ ശിക്ഷ അന്നുണ്ടാകുന്നതാണ്. ആർക്ക്? ഈ ഉപദേശങ്ങൾ മാനിക്കാത്തവർക്ക്, പാലിക്കാത്തവർക്ക്, സ്വീകരിക്കാത്തവർക്ക്. എന്നാൽ ഈ ഉപദേശം സ്വീകരിക്കുന്നവർക്കോ അവർക്ക് നല്ല നല്ല ബന്ധങ്ങൾ ഗുണം ചെയ്യുന്നതാണ്. അവരുടെ വിഷയത്തിൽ ശുപാർശ സ്വീകരിക്കപ്പെടുന്നതാണ്. ഈ ലോകത്തെ കുറഞ്ഞ ആരാധനകളും ത്യാഗങ്ങളും നൽകിക്കൊണ്ട് അവർക്ക് ഉന്നതമായ സ്വർഗം ലഭിക്കുന്നതാണ്. അവർക്ക് വലിയ സഹായം സിദ്ധിക്കുന്നതുമാണ്. വത്തഖൂ യൗമ, ഒരു ദിവസത്തെ ഭയപ്പെടണം, സൂക്ഷിക്കണം, പേടിക്കണം, രക്ഷപ്പെടാൻ പരിശ്രമിക്കണം. ആ ദിവസത്തിന്റെ പ്രത്യേകത, ഇപ്പറയപ്പെട്ട ഉപദേശങ്ങൾ സ്വീകരിച്ചില്ല എങ്കിൽ ആരും പ്രയോജനപ്പെടുന്നതല്ല, ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുന്നതല്ല, ഒരു പകരവും അംഗീകരിക്കപ്പെടുന്നതല്ല, ഒരു സഹായവും സിദ്ധിക്കുന്നതുമല്ല. ആകയാൽ ഉപദേശങ്ങൾ മാനിക്കുകയും പാലിക്കുകയും ചെയ്യൻ. ഈ ഉപദേശങ്ങൾ കൊണ്ടുള്ള ഗുണം നമുക്ക് തന്നെയാണ്. നമസ്കരിക്കാൻ പടച്ചവൻ പറഞ്ഞു, അതിന്റെ ഗുണം നമസ്കരിക്കുന്നവർക്കാണ്. തൗഹീദിന്റെയും ദിസാലത്തിന്റെയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പടച്ചവൻ കൽപ്പിക്കുന്നു, അതിന്റെ ഗുണം ആ ഉറച്ചു നിൽക്കുന്നവർക്കാണ്. നിഷേധികൾക്ക് യാതൊരു ഗുണവും ലഭിക്കാത്ത മഹാദിനത്തിൽ ഇവർക്ക് ഗുണങ്ങൾ, യഥാർത്ഥ ഗുണങ്ങൾ ലഭിച്ചു തുടങ്ങും. ഒരു കൂട്ടം ആളുകൾ പരാജയത്തിലേക്ക് കൂപ്പുകുത്താൻ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ഇവർ വിജയത്തിന്റെ ഉന്നതങ്ങളിലേക്ക് കയറി തുടങ്ങും. റഹ്മാനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. യാ ബനീ ഇസ്രായീൽ, യാ ബനി, ഇപ്രകാരം നീട്ട് ഫതഹ്, നീട്ട് കസർ, നീട്ട് ലമ്മ് എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അതിനുശേഷം ഹംസ്, ഇസ്രായേൽ, ഹംസ് വന്നാൽ
നന്നായിട്ട് നീട്ടി ഓതണം. യാ ബനീ ഇസ്രാഈൽ. ഇതിന് മദ്ദെന്ന് പറയും. ഖുർആൻ പാരായണത്തിന് മനോഹാരിതയുടെ സുപ്രധാന നിയമമാണ്. നീട്ട് ഫതഹ്, നീട്ട് കസർ, നീട്ട് ലമ്മിന് ശേഷം ഹംസ് വന്നാൽ നന്നായിട്ട് നീട്ടി ഓതണം. യാ ബനീ ഇസ്രാഈൽ